ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നവരുണ്ടാവില്ലേ, കുട്ടികളൊക്കെ എന്താ പറയുക, എല്ലാവർക്കും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആദ്യം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ചിലപ്പോൾ കുറച്ച് പണം ചിലവാക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കേട്ടോ. പിന്നെ ബാച്ചിലേഴ്സിന് വേണ്ടി, ബാച്ചിലേഴ്സ് തന്നെ വീട്ടിൽ ഫുഡ് വയ്ക്കുന്നവരുണ്ടാവും, അപ്പോൾ അവർക്കും വേണ്ടി ഒരു ടിപ്പാണിത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, എന്നാൽ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താമെന്നുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ട്രേ ആട്ടോ. ആ ട്രേയിൽ നമുക്കൊരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ മടക്കി വെക്കാം. ഇനി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബൗളൊക്കെ ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കളയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ സ്പൂൺ ഇട്ട് വെക്കാം. വലിയ ഐസ്ക്രീമിൻ്റെ ടിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വലിയ തവി അല്ലെങ്കിൽ വലിയ സ്പൂണുകൾ അതൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ കത്തി, കത്രിക ഇതൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് ഐസ്ക്രീമിൻ്റെ ടിന്ന്, ചെറിയ ടിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതും അതിലേക്ക് ഇട്ട് വെക്കാൻ പറ്റും. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവും. ഇതിപ്പോൾ ബഡ്സിൻ്റെ ടിന്നാട്ടോ, അതിൽ ഞാൻ ഫോർക്കാണ് ഇട്ട് വെച്ചേക്കണത്. പിന്നെ കുക്കറിൻ്റെ വിസിൽ, അതും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ ഇതൊക്കെ കഴുകി വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ തുടച്ച് വെക്കേണ്ടത്, അതിന് വേണ്ടി ഒരു ടവൽ എപ്പോഴും ഇതിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഒത്തിരി പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർ കുറേ പേരുണ്ടാവുമല്ലോ, അവർക്ക് ഇതൊരു എളുപ്പമാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ വീണ്ടും കാണാം.